അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മൂന്നാം മോദി സർക്കാർ വന്നു. പക്ഷേ പ്രതിപക്ഷമൊക്കെ വളരെ പ്രതീക്ഷയിലാണ് സംസാരിച്ചത്. ഒരു മൂന്നാം മോദി സർക്കാർ വന്നെങ്കിലും ഒരു മൃഗീയ ഭൂരിപക്ഷം ഇല്ലാതെ ഒന്നാണ്. അത് സമൂഹത്തിന് മുന്നിൽ കൊടുത്ത വലിയൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഈ ഫാസിസത്തിൻ്റെ ചില വാതിലുകളൊക്കെ ഇങ്ങനെ അടച്ചു തുടങ്ങുകയാണ് എന്നുള്ളൊരു പ്രതീക്ഷ സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ വെച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഇപ്പോൾ ഈ 2-3 ദിവസം മുന്നേ നമ്മൾ കേട്ട കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ അഖ്ലാഖ് മുതൽ ഇങ്ങനെ കേട്ട് വരുന്നുണ്ട്. രാഹുൽ ഗാന്ധി വരെ ട്വീറ്റ് ചെയ്തു, ഒരു വൃദ്ധനായ ഒരു മുസ്ലിം സഹോദരനെ ബീഫുമായി ബന്ധപ്പെട്ട് കൊണ്ട് ആക്രമിച്ച സംഭവം. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് നമുക്ക് വന്നിട്ടുള്ളത് ഒരു മുസ്ലിം യുവാവെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ബ്രാഹ്മണ യുവാവിനെ കൊന്ന വിഷയമൊക്കെ നമ്മളിങ്ങനെ അതിൻ്റെ ഇതിൽ അദ്ദേഹത്തിൻ്റെ ഉപ്പ വന്നിട്ട് സംസാരിക്കുന്നതൊക്കെ നമ്മളിങ്ങനെ കാണുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ 2017 തെൻവീർഖാൻ പ്രസിദ്ധീകരിച്ച ബീഫ് വിരോധത്തിൻ്റെ ജാതി മതവും ഒരു 7 കൊല്ലത്തിന് ശേഷം ഇത്തരത്തിൽ തന്നെ പല സംഗതികൾ വീണ്ടും നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ വരുമ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് നമുക്ക് തെൻവീർക്ക് പറയാനുള്ളത്? എന്താ സമൂഹത്തോട് നമുക്ക് എത്തരത്തിലാണ് സമൂഹം ഇതിനെ മറന്നു പോകുന്നുണ്ടോ? പണ്ടൊക്കെ ചെറിയൊരു കാര്യം ഉണ്ടാകുമ്പോൾ അത്തരത്തിൽ ഇങ്ങനെ പ്രതികരിക്കലുണ്ടായി. ആ പ്രതികരണം ഈ മൂന്നാം സർക്കാർ ഒന്നോടുകൂടി കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതില്ലേ? അതെ, സലാം ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മളെന്താണെന്ന് വെച്ചാൽ ഈ വയലൻസ് അതൊരു നിത്യസംഭവമാകുമ്പോൾ അത് നോർമലൈസ് ചെയ്യപ്പെടും. അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. അപ്പോൾ ആൾക്കാർക്ക് അതിൻ്റെ ഗൗരവം നഷ്ടപ്പെടും, അതിനോടുള്ള പ്രതികരണങ്ങൾ ഇല്ലാതായി വരും, നമ്മളതിനോട് സമരസപ്പെടും. അപ്പോൾ സ്വാഭാവികമായി സമരങ്ങൾ അവസാനിക്കും, വിരൽ ചൂണ്ടലുകൾ അവസാനിക്കും. അപ്പോൾ ഈ ഹിംസ കൂടുതൽ ശക്തിപ്പെടും, അപ്പോൾ രാജ്യം നശിക്കും. അപ്പോൾ അങ്ങനെ നശിക്കാതിരിക്കാനുള്ള ജാഗ്രത ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും പൊതുസമൂഹമൊക്കെ കാണിച്ചേ മതിയാകൂ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. 2015 സെപ്റ്റംബറിലാണ് മുഹമ്മദ് അഖ്ലാഖ് കൊല്ലപ്പെടുന്നത്. അത് പിന്നെ ദാദ്രിയിൽ, നമ്മൾ പറഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് അധികം ദൂരമില്ലാത്തൊരു സ്ഥലമാണത്. അതായത് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ നിന്ന് അധികം ദൂരമില്ലാത്തൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഫ്രിഡ്ജിൽ ബീഫ് ഉണ്ടായിരുന്നു എന്ന് ആരോപിച്ചിട്ട് ഒരു മുസ്ലിം വൃദ്ധനെ നാട്ടിൽ കുറേ ആൾക്കാർ കൂടിയിട്ട് തല്ലിക്കൊല്ലുന്നത്. അപ്പോൾ അത് അന്നുണ്ടാക്കിയ ഷോക്ക് വേവ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അത് ഇന്ത്യയിലുടനീളം ഡിസ്കസ് ചെയ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ നമ്മളൊക്കെ തന്നെ അന്നൊരുപാട് പരിപാടികളും പുസ്തകങ്ങളും ലേഖനങ്ങളും ഒക്കെ ആ വിഷയത്തിൽ പല കോണുകളിൽ നിന്നായിട്ട് കണ്ടതാണ്. നമ്മളൊക്കെ തന്നെ ആ ചർച്ചകളിൽ സജീവമായിട്ട് പങ്കെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ നീണ്ട 9 വർഷത്തിന് ശേഷം അതേപോലെ ഒരു സെപ്റ്റംബറിലാണ് നമ്മളുള്ളത്. ശരിക്ക് അഖ്ലാഖിൻ്റെ ചോരക്ക് 9 കൊല്ലം തികയുന്നൊരു സന്ദർഭമാണത്. ആ സമയത്ത് നമ്മൾ വീണ്ടും കുറച്ചെങ്കിലും ഇതേപോലുള്ള സംഭവങ്ങളെ പറ്റി ചർച്ച ചെയ്തു തുടങ്ങുകയാണ്. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നല്ല. നമ്മൾ ഇപ്പോഴാണ് അത് ചർച്ചയുടെ ഒരു കേന്ദ്ര സ്ഥാനത്തേക്ക് കുറച്ചെങ്കിലും തിരിച്ചു വരാൻ തുടങ്ങിയത് എന്നുള്ളതാണ് അതിൻ്റെ വിഷയം. അഖ്ലാഖ് കൊല്ലപ്പെട്ടതിന് ശേഷം നിരന്തരമായി എത്രയോ മുസ്ലിങ്ങൾ ഇതേ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തെരുവുകളിൽ ആക്രമിക്കപ്പെട്ടു. എത്രയോ കൊലപാതകങ്ങളുണ്ടായി. എത്രയോ ദലിതുകൾ ആക്രമിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു. അവർക്കൊക്കെ അരക്ഷിതാവസ്ഥയുണ്ടായി, ഭയമുണ്ടായി. പക്ഷേ അതൊരു നിത്യസംഭവമായി മാറിയിട്ട് അതൊരു സാധാരണത്വം കൈവരിച്ചിട്ട് ആരുടെയും പ്രതികരണത്തിന് പോലും നിമിത്തമാകാതെ അതിങ്ങനെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തു ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് ഉണ്ടായിരുന്നു. അതായത് ഈ തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ നമ്മളെ നാട്ടിലെ പ്രതിപക്ഷം ചെയ്യേണ്ടത് അതാണ്. ഫാഷിസം എന്ന് പറഞ്ഞാൽ വെറുതെ തോൽക്കൂല, ഫാഷിസം എന്ന് പറഞ്ഞാൽ വെറുതെ പത്തി മടക്കൂല. ഫാഷിസത്തിന് ജീവിക്കാൻ ശരിക്ക് അധികാരത്തേക്കാൾ ആവശ്യം ജനങ്ങളുടെ മനസ്സിലുള്ള സ്വാധീനമാണ്. ആ സ്വാധീനം അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അവിടെയാണ് വിഷയം. അതായത് ഇന്ത്യയിലെ ജനങ്ങളെ, പ്രത്യേകിച്ചും ഇവിടുത്തെ ഹിന്ദു സഹോദരന്മാരെ, അവരുടെ മനസ്സിലേക്ക് ഫാഷിസം ഇറക്കി വെച്ചിട്ടുള്ള കൊടും വിഷം, ആ വിദ്വേഷത്തിൻ്റെ വിഷം, അതിനെ എടുത്ത് ദൂരെ കളയാനുള്ള പണിയാണ് ശരിക്കും പ്രതിപക്ഷം എടുക്കേണ്ടത്. അത് നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിൽ
അവരുടെ സീറ്റ് കുറച്ച് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ തീർച്ചയായും ആശ്വാസകരം തന്നെയാണ്. അത് പാർലമെൻറ്റിൽ കുറേ കൂടി പ്രതിപക്ഷത്തിന് സ്വാധീനം ഉണ്ടാവും, കുറേ കൂടി കാര്യങ്ങൾ പറയാൻ പറ്റുമായിരിക്കും. പക്ഷേ അതുകൊണ്ട് മാത്രം ഇന്ത്യ മാറൂല, അടിത്തട്ടിൽ ഇന്ത്യ മാറൂല. അത് ഇവരുടെ പ്രോപ്പഗണ്ട കൊണ്ടുണ്ടായ കുറേ കൊല്ലം കൊണ്ട് ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് ജനങ്ങളെ ആ രീതിയിൽ വർഗീയ ഭ്രാന്തന്മാരാക്കി മാറ്റിയേക്കാണ്. അപ്പോൾ ഒരു പ്രോസസ് ഓഫ് അൺലേണിങ് അതിലൂടെ ഇന്ത്യൻ ജനതയെ കടത്തിക്കൊണ്ടുപോയാൽ മാത്രമേ അവർക്ക് സ്വബോധം തിരിച്ചു കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ അഖ്ലാഖിനെ കൊന്ന അതേ മാനസികാവസ്ഥ ഇപ്പോഴും ഇവിടെ ഉണ്ട്, അതേ ശക്തിയിൽ തന്നെ ഉണ്ട്. അതിനുശേഷം എത്രയോ സംഭവങ്ങൾ അതേപോലെ ആവർത്തിക്കപ്പെട്ടു. ഇപ്പം ഉണ്ടായത് തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക, എന്തൊരു ഭീകരമായ അവസ്ഥയാണ്. 72 വയസ്സുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. 72 വയസ്സ് എന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെ പോട്ടെ, അദ്ദേഹത്തിൻ്റെ പ്രായം നമ്മൾക്ക് ആലോചിക്കാമല്ലോ. അദ്ദേഹം ഒരു ട്രെയിനിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഈ ലഗേജ് പാത്രം അതിലുള്ളത് ബീഫാണെന്ന് പറഞ്ഞിട്ട് ആ വൃദ്ധൻ ചുറ്റും കൂടിയ ആ മനുഷ്യന്മാരിൽ നിന്ന് നേരിട്ട അതിക്രമങ്ങൾ, അതിൻ്റെ വീഡിയോ കണ്ടിട്ട് ആ രാജ്യത്ത് എല്ലാവർക്കും ഞെട്ടലല്ല, പലർക്കും ആഘോഷമാണ്, പലർക്കും തിമറപ്പാണ്. ഈ ഒരു വയലൻസ് കണ്ടിട്ട് ആൾക്കാർക്ക് എങ്ങനെയാണ് സന്തോഷിക്കാൻ പറ്റണമെന്ന് നമുക്ക് മനസ്സിലാവാത്തത്. അത് ഒരു മനുഷ്യത്വത്തിൻ്റെ ചെറിയൊരു ഒരു കനലെങ്കിലും അവരുടെ മനസ്സിൽ ബാക്കിയുണ്ടെങ്കിൽ അതിനോട് ഉണ്ടാവേണ്ട വളരെ ധാർമ്മികമായ സ്വാഭാവികമായൊരു രോഷം അത് നമ്മളുടെ നാട്ടുകാരിൽ ചിലർക്കെങ്കിലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പോൾ പണിയെടുക്കാൻ വേണ്ടി വേറെ സംസ്ഥാനത്ത് നിന്ന്, ബീഹാറിൽ നിന്ന് വന്ന 25 വയസ്സുകാരനായ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ, ആ മുസ്ലിം ചെറുപ്പക്കാരൻ ബീഫ് കഴിക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് അയാൾ അടിച്ചു കൊല്ലുകയാണ്. അയാൾ പിന്നെ കൊല്ലപ്പെടുകയാണ്. അയാൾ ചെയ്ത തെറ്റെന്താണ്? അതായത് ബീഫിന് ഇന്ത്യയിൽ പുതിയൊരു ശിക്ഷ ഉണ്ടാവുകയാണ്. കഴിഞ്ഞൊരു 8-10 കൊല്ലമായിട്ട് ഇപ്പോൾ നമ്മൾ IPC ഭാരതീയ ന്യായ സംഹിതയിലേക്കുള്ള ഇന്ത്യയുടെ യാത്ര എന്ന് പറഞ്ഞാൽ കടലാസിലില്ലെങ്കിലും ഫലത്തിൽ ഇന്ത്യയിൽ ബീഫ് കഴിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബീഫ് ക്യാരി ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഒരു യാത്രയിൽ ബീഫ് കൂടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, നമ്മളുടെ മെനുവിൽ ബീഫ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അർഹിക്കുന്ന ഒരു സാധനമാണെന്നാണ്. അത് നടപ്പിലാക്കുന്നത് കോടതിയല്ല, പോലീസല്ല, ഈവൻ അതായത് നേർക്കുനേരെ സ്റ്റേറ്റ് പോലും അല്ല. പക്ഷേ സ്റ്റേറ്റ് ഇടപെടൂല, പോലീസ് ഇടപെടൂല, കോടതി ഇടപെടൂല, ആരും ഇടപെടൂല, പൊതുസമൂഹം ഇടപെടൂല. അത് തെരുവിൽ ഒരു ആൾക്കൂട്ടത്തിന് അവിടെ വെച്ച് അപ്പോൾ ശിക്ഷ നൽകാവുന്ന ഒരു മഹാ അപരാധമായി മാറുകയാണ്. അങ്ങനെ വധശിക്ഷ നടപ്പിലാക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. അതേപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പിന്നെ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ടൊരു കുട്ടി മരിച്ചല്ലോ. പിന്നെ +2 പഠിക്കുന്ന 12ാം ക്ലാസ് പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അവനൊരു കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് 10-25 കിലോമീറ്റർ ആ കാറിൽ അവനെ വേറെ വണ്ടിയിൽ പിന്തുടർന്നിട്ട് ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അത് പശുക്കടത്ത് നടത്തുന്ന ഏതോ മുസ്ലിമാണെന്ന് വിചാരിച്ചിട്ടാണെന്നാണ്. ഒരു കണക്കിന് നമ്മുടെ നാട്ടിൽ ശരിക്കും ഇപ്പോൾ കുറച്ചെങ്കിലും ഒരു ഇളക്കുണ്ടായത് ആ സംഭവം ഉണ്ടായപ്പോഴാണ്. അതായത് ബ്രാഹ്മണൻ കൊല്ലപ്പെട്ടാൽ അത് മുസ്ലിം ആയിരുന്നെങ്കിൽ പ്രശ്നമൊന്നുമില്ലായിരുന്നു എന്നുള്ള കോലത്തിലാണ്. ഇപ്പം അഖ്ലാഖ് മരിച്ച സമയത്ത് നമുക്കറിയാം ഫ്രിഡ്ജിൽ മട്ടനാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് എല്ലാവരും പ്രധാനപ്പെട്ട പോയിന്റ്. അത് ശരിക്കും ബീഫ് ആയിരുന്നെങ്കിലോ? അതുകൊണ്ട് അത് ശരിയായില്ല, അയാളെ കൊന്നത് ശരിയായില്ല, അയാൾ ശരിക്കും ബീഫ് എടുത്തു വെച്ചിട്ടില്ലായിരുന്നു എന്ന അർത്ഥത്തിലാണ് ശരിക്കും മതേതര പക്ഷത്ത് നിൽക്കുന്നു എന്ന് പറയുന്നവർ പോലും സംസാരിച്ച് പലരും, എല്ലാവരും അല്ല ഞാൻ പറയണത് അത് ബീഫ് തന്നെയാണെന്ന് വിചാരിക്കുക. അത് വിചാരിച്ചിട്ട് ഒരാൾ അടിച്ചു കൊല്ലാൻ പറ്റുമോ? എന്ത് തരം വർത്താനാണ് അവർ പറയണത്? അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, ആര് മരിച്ചാലും, അതായത് ഒരു നാട്ടിൽ അതിക്രമങ്ങൾ വ്യാപകമായാൽ, നിയമവ്യവസ്ഥ തകർന്നാൽ എല്ലാവരും അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കും. അതാണ് മുസ്ലിങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞിട്ട് ആൾക്കൂട്ടത്തിന് അഴിച്ചു വിട്ടപ്പോൾ അത് ഒരു ബ്രാഹ്മണ ചെറുപ്പക്കാരൻ പോലും അതിൻ്റെ ഇരയായി മാറുകയാണ്. അപ്പോൾ ഒരു ബ്രാഹ്മണൻ്റെ ചോരക്ക് നമ്മളവിടുത്തെ പൊതുബോധത്തിൽ ഒരു മുസ്ലിമിൻ്റെ ചോരനേക്കാൾ വില ഉണ്ട്. നിർഭാഗ്യവശാൽ ആ തരത്തിലുള്ള ഹൈറാർക്കികളൊക്കെ നമ്മളവിടെ നിലനിൽക്കുന്നുണ്ട്. സാധാരണ പറയല്ലോ, ഈ മനുഷ്യാവകാശങ്ങളുടെ വലിയ ഡിസ്കോഴ്സുകൾ പറയുന്ന ആൾക്കാരാണ് യൂറോപ്പ്, അമേരിക്കയൊക്കെ. പക്ഷേ ഇസ്രായേലിൽ ഫിലസ്തീനികളെ എത്ര കൊന്നാലും അവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നൂല, അതിനൊരു സപ്പോർട്ട് ചെയ്യും. അതേസമയം പിന്നെ എന്താ പറയുക, വേറെ എവിടെയെങ്കിലും ഉള്ളൊരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ്റെ പേരിൽ ചിലപ്പോൾ ഒരു രാജ്യത്തിനെ തന്നെ ഒരു ആക്രമിക്കും. ഓരെന്താ വെച്ചാൽ എല്ലാ മനുഷ്യന്മാർക്കും ഒരേ വിലയല്ല അവർ കാണുന്നത്. ഇതേപോലെ നമ്മുടെ നാട്ടിൽ ബ്രാഹ്മണനൊരു വിലയാണ്, മുസ്ലിമിനൊരു വിലയാണ് എന്നുള്ളൊരു അവസ്ഥ നമ്മളുടെ രാജ്യത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ദൗർഭാഗ്യകരമാണ്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ആ ചർച്ച സജീവമായിരിക്കുന്നു എന്നുള്ളതെങ്കിലും ആശ്വാസകരമാണ്. അപ്പോൾ അതിൽ നിന്ന് പാഠം പഠിച്ചിട്ട് ഇതേപോലുള്ള വളരെ അപമാനകരമായ ഇന്ത്യ എന്ന് പറയുന്നൊരു സങ്കല്പത്തെ തന്നെ റദ്ദ് ചെയ്യുന്ന, നമ്മുടെ ഭരണഘടനയെ പരിഹസിക്കുന്ന, നമ്മളുടെ ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളെ മുഴുവൻ പരാജയപ്പെടുത്തുന്ന, അതിലുപരി ഒരുപാട് ഇന്ത്യക്കാരുടെ ജീവനെടുക്കുന്ന, അവരെ
തെരുവിൽ ആക്രമിക്കുന്ന, ഭയം പടർത്തുന്ന ഈ ഒരു പ്രതിഭാസത്തെ അതിന് അടിസ്ഥാന തലത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് ഞാൻ പറഞ്ഞ ഒരു പ്രോസസ് ഓഫ് അൺലേണിങ്ങിലൂടെ ഇവിടുത്തെ ഒരു ഹിന്ദു സമൂഹത്തെ കൊണ്ടുപോകാൻ ഇവിടുത്തെ മതനിരപേക്ഷ കക്ഷികൾ ശ്രമിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ കോട്ടയംകോട് ഒരു ബീഫ് പറഞ്ഞൊരു സാധനം എന്തായാലും ഇതിലുണ്ട്. നമ്മൾ മുൻകാലത്ത് ഇതിൽ നമ്മൾ ഇപ്പോൾ ചർച്ച വരുമ്പോൾ കുറച്ച് മുന്നത്തെ ഇതിങ്ങനെ സ്റ്റാറ്റസ് എടുത്ത് നോക്കുമ്പോൾ നമ്മളൊരു ഇന്ത്യൻ്റെ മാപ്പ് എടുക്കുകയാണെങ്കിൽ ബീഫ് പലതരത്തിലായി നിരോധിച്ചിരിക്കുന്ന പല സ്റ്റേറ്റുകളും പലതരത്തിലാണ്. അതിലിപ്പോൾ വിട്ടു നിൽക്കുന്ന കേരളം, ബംഗാൾ, അങ്ങനെ അതിൻ്റെ അടുത്തുള്ള കുറച്ച് സംസ്ഥാനങ്ങൾ കാണാം. ശരിക്കും എത്രത്തോളം ഹിന്ദു വിശ്വാസം അനുസരിച്ച് മറ്റൊരു മതസ്ഥൻ ഒരു ബീഫ് കഴിക്കുന്നത് അവരുടെ അവർക്ക് ഭയങ്കര പ്രശ്നമായി വരികയാണ്. അപ്പോൾ അവരുടെ വിശ്വാസത്തോളം തന്നെ ഈ ബീഫ് കഴിക്കുന്നത് എത്രത്തോളം അവർക്ക് എങ്ങനെയാണ് അവർ കാണുന്നത്, ഇത് അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതിൽ വലിയൊരു പ്രശ്നമായിക്കൊണ്ട് അവർ കാണുന്നത് എന്നുള്ളത്, ഈ ഹിന്ദു സമൂഹത്തിനിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതും കൂടി നമ്മളൊന്ന് നോക്കേണ്ടതല്ലേ? അതെ, ഇത് എന്താ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള മതസ്ഥർ എന്നുള്ളതിലപ്പുറത്ത് ഹിന്ദുമതപ്രകാരം തന്നെ ബീഫ് നിഷിദ്ധമാണോ എന്നുള്ളത് വലിയൊരു ചർച്ചയാണ്. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഹിന്ദുമതം എന്ന് പറയുമ്പോൾ ഒരു ഗ്രന്ഥം, ഒരു പ്രവാചകൻ, ഒരു നിയമസംഹിത അങ്ങനെ അല്ലല്ലോ. നമ്മൾ അതൊരു ഇന്ത്യയിൽ പല കാലഘട്ടത്തിലായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി രൂപപ്പെട്ടു വന്ന പലതരം വിശ്വാസ സംഹിതകളുടെയും ധർമ്മവ്യവസ്ഥകളുടെയും എല്ലാം ഒരു സമാഹാരത്തെ അതിന് ഉപയോഗിക്കുന്ന ഒരു അംബ്രല്ല ടേമാണ് ശരിക്കും നമ്മൾ ഹിന്ദുയിസം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പലതരം നിലപാടുകളുണ്ട്. ബീഫ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ശരിക്കും ഒരു സ്റ്റാപ്പിൾ ഫുഡാണ്. അതായത് ബഹുഭൂരിപക്ഷം ഇന്ത്യക്കാരും ചരിത്രത്തിൻ്റെ മിക്കവാറും എല്ലാ ഘട്ടങ്ങളിലും ധാരാളമായി ഉപയോഗിച്ചിട്ടുള്ളൊരു ഭക്ഷണമാണ് ശരിക്കും ബീഫ് എന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ്റെ ഒരു ദേശീയ ഭക്ഷണമൊക്കെ ആക്കി പ്രഖ്യാപിക്കാൻ പറ്റിയ സാധനമാണ് ശരിക്കും ബീഫ് എന്ന് പറഞ്ഞാൽ. നമ്മൾ എന്താ വെച്ചാൽ ഈ ഒരു വയലൻസ് കൊണ്ട് ആൾക്കാർക്ക് പലപ്പോഴും നമ്മൾ ഈ ദേശീയത എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ നെയ്റോസ്റ്റ് മസാല ദോശ തിന്നാൽ ഒരു ദേശീയതയുടെ പ്രകാശനമായ ഭക്ഷണമാണ്. അല്ലെങ്കിൽ ഞാനൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറുക എന്ന് പറഞ്ഞാൽ അതൊരു ദേശീയമായ ഭക്ഷണമാണ് ഞാൻ കഴിക്കുന്നത്. അതേസമയം ഞാൻ പോത്തിറച്ചി തിന്നാലോ അതൊരു വിദേശീയ സംസ്കാരമാണ്, അതൊരു വൈദേശിക സംസ്കാരമാണ്. അത് ഇന്ത്യയുടെ കൾച്ചറിന് നിരക്കണ ഒരു സാധനമല്ല എന്നാണ്. ഇത് ശരിക്കും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വളരെ അടിസ്ഥാനരഹിതമായൊരു സങ്കല്പമാണ്. ഞാൻ പറയണത് ഇന്ത്യയിൽ ഇപ്പോൾ ഇഡ്ഡലി കഴിക്കുന്ന ആൾക്കാരുണ്ട്, ദോശ കഴിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ത്യയിൽ ബീഫ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഇന്ത്യക്കാരുടേതാണ് ഇന്ത്യയെങ്കിൽ, ഇന്ത്യക്കാരുടെ സംസ്കാരമാണ് ഇന്ത്യയുടെ സംസ്കാരം എന്നുണ്ടെങ്കിൽ ബീഫ് എന്ന് പറയുന്നത് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ആര്യാസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലോ കയറിയിട്ട് ഇവർ പറയുന്നൊരു വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നത് എത്രത്തോളം ദേശീയമാണോ അത്ര തന്നെ ദേശീയമാണ് ഞാൻ കോഴിക്കോട്ട് പോയൊരു ബീഫ് ബിരിയാണി തിന്നുന്നത്, അല്ലെങ്കിൽ ഞാൻ കുറ്റിച്ചിറയിൽ പോയിട്ട് ബീഫും പൊറാട്ടയും തിന്നുന്നത്, അല്ലെങ്കിൽ ഞാൻ ഡൽഹിയിൽ ജുമാ മസ്ജിദിൻ്റെ അടുത്ത് പോയിട്ട് ഒരു മട്ടൻ പായ കഴിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ബംഗാളിൽ കൊൽക്കത്തയിൽ പോയിട്ട് മീൻ കൊണ്ടുള്ള എന്തെങ്കിലും വിഭവം കഴിക്കുന്നത്. ഇതൊക്കെ ചേർന്നതാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ. അതിൽ ചിലത് മാത്രം ദേശീയതയും മറ്റത് വൈദേശിക സംസ്കാരവും എന്നുള്ള വളരെ വളരെ അയഥാർത്ഥമായൊരു വിഭാവനം ഇവിടെ ഉണ്ടാക്കണം. അതാ ഞാൻ പറഞ്ഞത്, ഈ ഹിന്ദു എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഹിന്ദു എന്ന് പറയുമ്പോൾ ആരാ ഹിന്ദു? ഇവിടുത്തെ ചണ്ടാളർ എന്നിവർ പറഞ്ഞ, അവർണർ എന്നിവർ മുദ്ര കുത്തിയ, അല്ലെങ്കിൽ ഹരിജനങ്ങൾ എന്ന് ഗാന്ധിയൊക്കെ വിളിച്ച ഈ ദലിതർ എന്നറിയപ്പെടുന്ന ആ ഒരു സമൂഹമാണ് ഹിന്ദു കമ്മ്യൂണിറ്റിൻ്റെ ഏറ്റവും വലിയ ഭാഗം എന്ന് പറഞ്ഞാൽ. ഒരു ബീഫ് കഴിക്കണവരല്ലേ ഇവിടുത്തെ ഇവർ പറയുന്ന ഈ ബീഫിനെതിരെയുള്ള ഇവരുടെ ഈ പ്രചാരണ യുദ്ധത്തിൻ്റെ ശത്രുപക്ഷത്തെ ഏറ്റവും ശക്തമായി നിലയുറപ്പിച്ച ദലിത് ബുദ്ധിജീവികളാണ്. ഇപ്പോൾ ഡോക്ടർ BR അംബേദ്കർ മുതൽ കാഞ്ചാ ഇലയ്യ വരെയുള്ള ആളുകളാണ് ശരിക്ക് അവർണപക്ഷത്ത് നിന്നുകൊണ്ട് ഇവരുടെ ഈ ബീഫ് ഡിസ്കോഴ്സിനെതിരെ ഇന്ത്യയിൽ ഈ ഇൻ്റലക്ച്വലി തന്നെ ഫൈറ്റ് ചെയ്യാൻ ഏറ്റവും മുന്നിലുണ്ടായത്. കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണിത്. ഇവർ ഈ പറയുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിൻ്റെ ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണ്. പിന്നെ ആർക്കാണിത് നിഷിദ്ധം എന്നുള്ളതാണ് പ്രശ്നം. അത് ഇവർ പറയുന്ന ഒരു സവർണ മേൽത്തട്ടാണ്. നമ്മൾ ഈ സനാതന ധർമ്മ വ്യവസ്ഥ എന്നൊക്കെ പറയുന്ന, വർണ്ണാശ്രമ ധർമ്മം എന്നൊക്കെ പറയുന്ന ജാതി വ്യവസ്ഥയിലൊക്കെ വിശ്വസിക്കുന്ന ഹിന്ദു മതത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിൻ്റെ ആ ഒരു ലെയറിലാണ് ശരിക്കും ഈ നിഷിദ്ധം എന്ന് പറഞ്ഞൊരു സങ്കല്പം ഉണ്ടായത്. അതുപോലെ എന്നുണ്ടായതാണ്. അതിൻ്റെ വിശദാംശങ്ങൾക്കൊന്നും പോവില്ല ഞാൻ. അതായത് ഹിസ്റ്റോറിക്കലി അതിൽ പോലും അങ്ങനെ ഒരു നിരോധനം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം.
ഇവിടെ ഈ മാട്ടിറച്ചി എന്ന് പറയുന്നത്, കന്നുകാലികളെ ഇറച്ചി എന്ന് പറയുന്നത് ഇന്ത്യയിൽ സവർണരടക്കം ഉപയോഗിച്ചിരുന്ന, ബ്രാഹ്മണരടക്കം ഉപയോഗിച്ചിരുന്ന, ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു മാംസമാണ് എന്ന് അഭിപ്രായപ്പെടുന്ന എത്രയോ ചരിത്രകാരന്മാരുണ്ട്. ഇപ്പോൾ TN ജാ, അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിലുള്ള പുസ്തകം എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം ഒരുപാട് ഏൻഷ്യൻ ഹിന്ദു ടെക്സ്റ്റുകളൊക്കെ സൈറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഹിസ്റ്റോറിക്കലി അത് അങ്ങനെ അല്ലായിരുന്നു, ഒരു പ്രോഹിബിറ്റഡ് മീറ്റ് അല്ലായിരുന്നു എന്നാണ്. അത് ഇവിടുത്തെ സവർണ ഹിന്ദുക്കൾ അടക്കം ഉപയോഗിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ ശരിയും തെറ്റല്ല, അതിലേക്കല്ല ഞാൻ പോകുന്നത്. പക്ഷേ പിന്നെ ഒരു സന്ദർഭത്തിൽ ഇത് പാടില്ലാത്തതാണെന്നുള്ള പുതിയൊരു സങ്കല്പം ഉണ്ടാവുകയാണ്. ആ സങ്കല്പം ഒരാൾക്ക് വെച്ചു പുലർത്തുകയും ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം ഏത് വിശ്വാസം വെച്ചു പുലർത്താനോ ആർക്കും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. അത് ചരിത്രപരമായി അങ്ങനെ അല്ലായിരുന്നെങ്കിൽ പോലും പിൽക്കാലത്ത് ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വെച്ച് അങ്ങനെ ഒരു നിലപാടിലേക്ക്, ഒരു മതനിലപാടിലേക്ക് പോകാനൊക്കെ ആർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെയാണ് ശരിക്കും ഇതിൻ്റെ വേര് കിടക്കുന്നത്. അതായത് ബീഫ് കഴിക്കുന്നത് നിഷിദ്ധമാണ്, ഹറാമാണ്. അതായത് ഒരു മുസ്ലിം ഭാഷയിൽ പറഞ്ഞാൽ ഹറാമാണ്, അത് ദൈവം അനുവദിച്ചൊരു കാര്യമല്ല എന്നുള്ള കേവലമായ നിഷ്കളങ്കമായ ഒരു മതസങ്കല്പമായിട്ടല്ല അത് ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്നത്. അതാണ് അതിൻ്റെ പ്രശ്നം. അതിന് 2 മാനങ്ങളുണ്ടായിരുന്നു. ഒന്ന് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇത് പശു ദൈവമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്, പശുവിൽ ദൈവം നിവസിക്കുന്നു, അപ്പോൾ പശുവിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് ദൈവനിന്ദയാണ് എന്ന അവരുടെ ബഹുദൈവാരാധനാപരമായ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉള്ള ആ ഒരു പ്രപ്പോസിഷൻ ഉണ്ടാവുന്നത്. പക്ഷേ വളരെ കൃത്യമായി തന്നെ അതിന് 2 അടരുകൾ ഉണ്ടായിരുന്നു. ഒന്നെന്താന്ന് വെച്ചാൽ, പശുവിനെ തിന്നുക എന്ന് പറയുന്നത് ഒരു മ്ലേച്ഛമായ ഏർപ്പാടാണ്. അങ്ങനെയാണ് അത് തുടങ്ങുന്നത്. അതായത് അതായത് ഒരാൾ പശുവിനെ തിന്നുന്നുണ്ടെങ്കിൽ അയാളൊരു വൃത്തികെട്ട ആളാണ്, അയാളൊരു അധമനാണ്, അയാളൊരു മനുഷ്യത്വത്തിൽ നമ്മളെക്കാൾ താഴ്ന്ന പടിയിൽ നിൽക്കുന്ന ആളാണ്. നമ്മളാരാണ്? ഇപ്പോൾ നമ്മൾ ഈ വെജിറ്റേറിയൻ ഹോട്ടലുകളൊക്കെ മുന്നിലുണ്ടാവും, പ്യുവർ വെജിറ്റേറിയൻ നമ്മൾ കാണും. ഈ പ്യുവർ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ ഈ പ്യൂരിറ്റി എന്ന് പറയുന്ന സാധനം? പ്യുവർ വെജിറ്റേറിയൻ ആണെന്നൊക്കെ ആൾക്കാർ പിന്നെ എന്തോ ഒരു ഭയങ്കര സംഭവമായിട്ട് പറയാം ആ ഭക്ഷണത്തിനെ പറ്റി. അത് ശരിക്ക് നോൺ വെജ് ഫുഡിൻ്റെ ഒരു അംശവും ഇല്ലാത്ത തരത്തിലുള്ള പരിശുദ്ധി എന്നുള്ള നിലക്കല്ല ശരിക്കും പറയണത്. അതല്ല. അതായത് ഈ പ്യൂരിറ്റി, പൊല്യൂഷൻ, ടാബൂസ് എന്ന് പറയുന്നത് ഈ ഹിന്ദു ജാതി വ്യവസ്ഥൻ്റെ പ്രധാനപ്പെട്ട ഒരു താല്പര്യമാണ്. അതായത് അതൊരു ഉയർന്ന സോഷ്യൽ സ്റ്റാറ്റസ് ആണ്. അതായത് തൊടലില്ല, തീണ്ടലില്ല, ഞാൻ മറ്റുള്ളവരെ കൊണ്ട് മലിനമാവണില്ല. ഞാൻ ഈ ബ്രാഹ്മണന്മാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ ശരീരത്തിന് പറയുന്ന ഒരു ക്ഷേത്രശുദ്ധി എന്നൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ അതിലെന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ബീഫ് കഴിക്കൂല. ബീഫ് കഴിക്കുന്ന ഒരു അധമരാണ്, ഒരു നികൃഷ്ട ജന്മങ്ങളാണ്. അതായത് ആരാ ബീഫ് കഴിക്കുക? അവർണരാണ് കഴിക്കുക, ചണ്ടാളരാണ് കഴിക്കുക, ദലിതരാണ് കഴിക്കുക. അതായത് അവർ ഇൻഫീരിയർ ആണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്, അതിൻ്റെ ഒരു കൾച്ചറൽ ട്രൈറ്റാണ് ശരിക്കും ബീഫ് എന്ന് പറയുന്നത്. അംബേദ്കർ, ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി, ഇത് വളരെ വിശദമായി എഴുതി പോകുന്നുണ്ട്. അദ്ദേഹം പറയണത് എന്താ വെച്ചാൽ, ബ്രാഹ്മണന്മാരൊക്കെ ബീഫ് കഴിച്ചിരുന്നു. അവർ ഈ ബീഫിനെതിരുള്ള നിലപാട് ഉണ്ടാക്കിക്കൊണ്ടുവന്നത് തന്നെ ഒരു ഉയർന്ന പരിശുദ്ധി സ്വയം അവകാശപ്പെടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ബാക്കിയുള്ളവരെ അധമരായി മുദ്ര കുത്താൻ വേണ്ടിയിട്ടാണ്. അവിടെ തന്നെ അതിൻ്റെ ഒരു പ്രശ്നം തുടങ്ങുന്നുണ്ട്. അതെന്താ വെച്ചാൽ, അതുവഴി ഒരു സ്വയം ഒരു ആഢ്യത്വം, അത് കഴിക്കാത്തത് കൊണ്ട് ഞങ്ങളെ അതെന്തോ ഉയർന്ന മനുഷ്യരാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ജാതീയമായ ഔന്നത്യത്തിലേക്ക് അതെന്തോ മാറ്റുകൂട്ടുന്നു. അങ്ങനെ ഉണ്ടല്ലോ, ഞങ്ങൾ ഈ പച്ചക്കറിയൊക്കെ തിന്നുന്ന പരിശുദ്ധരായ മനുഷ്യന്മാർ ഇവിടെ ഇങ്ങനെ ഈ പോത്തർച്ചയൊക്കെ നിന്ന് നടക്കണേ. അതായത് ഓരോ തെരുവിൽ അടിച്ചുകൊല്ലാം, ഓരോ തെരുവിൽ എന്തും ചെയ്യാം, ഓരോ തട്ടിക്കളിക്കാം, ഓരോ ചവിട്ടിത്തേക്കാം, ഓരോ അടിമകളെ പോലുള്ള മനുഷ്യരാണ്, വൃത്തികെട്ട ജന്മങ്ങളാണ് എന്നൊരു ഡിസ്കോഴ്സ് അതിൻ്റെ കൂടെ തന്നെ നിർമ്മിക്കപ്പെട്ടു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ പോലും ഇത് ഈ ബ്രാഹ്മണർ അങ്ങനത്തെ കുറച്ച് ആൾക്കാരെ ബീഫ് കഴിക്കാത്തുണ്ടായിരുന്നുള്ളൂ. കാരണം അതൊരു കാസ്റ്റ്, അങ്ങനെ ഉണ്ടല്ലോ, ഹൈ കാസ്റ്റ് പ്രാക്ടീസാണ്. ബ്രിട്ടീഷുകാരെ കാലമായപ്പോഴേക്ക് നമ്മൾ ഇന്ന് കാണുന്ന തരത്തിൽ, സലാം ഇപ്പോൾ ചോദിച്ചല്ലോ ഹിന്ദുമതത്തിൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞല്ലോ, ആ അർത്ഥത്തിൽ ഒരു പൊതു ഹിന്ദു സമൂഹത്തിൻ്റെ നിലപാടായി ഇത് വരുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് മാത്രമാണ്. അത്ര പഴക്കേ ഇതിനുള്ളൂ. അതും ഒരു 19-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിലൊക്കെയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, വളരെ കൃത്യമായി മുസ്ലിങ്ങൾക്കെതിരായൊരു പ്രോപ്പഗണ്ടയായിരുന്നു. അതായത് ബീഫ് കഴിക്കരുത്, ബീഫ് കഴിക്കുന്നത് തെറ്റാണെന്നുള്ളൊരു ബോധം
ഒരു ഹിന്ദു ഭൂരിപക്ഷത്തിനിടയിൽ, അതായത് അവർണർക്കിടയിലൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, പക്ഷേ അങ്ങനത്തെ ഒരു ഹിന്ദു സാമാന്യ ബോധം ഇന്ത്യയിൽ ഉണ്ടാക്കിയത് ഒരു മുസ്ലിം വിരുദ്ധ ഡിസ്കോഴ്സിൻ്റെ ഭാഗമായിട്ടാണ്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് സ്വാമി ദയാനന്ദ സരസ്വതി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ സാമൂഹ്യ പരിഷ്കർത്താവ്, അദ്ദേഹം ആര്യ സമാജം എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയതിനെ പറ്റി നമുക്കറിയാം. ഈ ആര്യ സമാജം ഗോരക്ഷിണി സഭകൾ എന്ന് പറഞ്ഞിട്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ ഉത്തരേന്ത്യയിൽ പല സ്ഥലത്തും ഒരുപാട് കമ്മിറ്റികൾ ഉണ്ടാക്കി. അതായത് പശുവിനെ സംരക്ഷിക്കാനുള്ള കമ്മിറ്റികളാണ്. ഈ കമ്മിറ്റികൾ ചെയ്തത് എന്താ വെച്ചാൽ വ്യാപകമായ പ്രോപ്പഗണ്ട നടത്തി. അവർ ഒരുപാട് ലഘുലേഖകൾ ഇറക്കി, ഒരുപാട് ചിത്രങ്ങൾ അച്ചടിച്ചു, ഹിന്ദു വീടുകൾക്കൊക്കെ കത്തുകൾ അയച്ചു, പിന്നെ ഓരോ ഗ്രാമങ്ങളിലും ചേർന്ന് ഇതിനു വേണ്ടി സംഘാടനങ്ങൾ ഉണ്ടാക്കി. അവർ പറഞ്ഞത് എന്താ വെച്ചാൽ, നമ്മൾ ഹിന്ദുക്കളാണ്, ഇന്ത്യക്കാരാണ്, പശു നമ്മളുടെ ദൈവമാണ്, പശു ലോകത്തിൻ്റെ മാതാവാണ്. ആ പശുവിനെ, നമ്മളുടെ ദൈവമായ പശുവിനെ അറുക്കുന്ന നമ്മളുടെ ശത്രുക്കളാണ് മുസ്ലിങ്ങൾ. അതിനെ അറുത്ത് തിന്നിട്ട് നമ്മളെയും നമ്മുടെ രാജ്യത്തെയും അപമാനിക്കുന്ന ശത്രുക്കളാണ് മുസ്ലിങ്ങൾ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മുസ്ലിങ്ങൾക്കെതിരെ വർഗീയമായി സംഘടിക്കണം, മുസ്ലിങ്ങളെ കൊല്ലണം, മുസ്ലിങ്ങളെ കവർച്ച ചെയ്യണം, മുസ്ലിങ്ങളുടെ സമ്പത്ത് തട്ടിയെടുക്കണം, മുസ്ലിങ്ങൾക്ക് കന്നുകാലികളെ വിൽക്കാൻ പാടില്ല, അങ്ങനെ വിറ്റാൽ ഓരോ ഹിന്ദു സമൂഹത്തിൽ നിന്ന് പുറത്താക്കണം. അതായത് ഹിന്ദു ആകേണ്ടത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ പുതിയൊരു നിർവചനം വരികയാണ്. അതായത് പശു സംരക്ഷകനാണ് ഹിന്ദു, മുസ്ലിം എന്ന് പറഞ്ഞാൽ കന്നുകാലിനറുത്ത് തിന്നുന്ന ആളാണ്. അപ്പം ആ മുസ്ലിമിന് വിട്ടുകൊടുക്കാതെ ഈ പശുവിനെ പിടിച്ചു വെക്കേണ്ട ആളാണ് ശരിക്കും. അപ്പോഴാണ് ഒരാൾ ഹിന്ദു ആവണത്. ഈ കത്തുകളിലൊക്കെ വാചകങ്ങൾ എന്ന് പറഞ്ഞാൽ വിഷലിപ്തമായ വാചകങ്ങളാണ്. ഒരു ഹിന്ദു വീട്ടിൽ ഒരു കത്തയക്കും, ഇത് 10 കോപ്പി 25 കോപ്പിങ്ങൾ പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അതിൻ്റെ കൂടെ ഒരു പശു ഇങ്ങനെ കണ്ണീർ ഒലിപ്പിച്ച് വെക്കുന്ന ഒരു ചിത്രം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു പശുവിൻ്റെ ചുറ്റും കുറേ ഹിന്ദുക്കൾ ചേർന്ന് ഇങ്ങനെ കണ്ണീർ വാർത്ത് വെക്കുന്ന ഒരു ചിത്രം ഉണ്ടാവും. അതിൽ അല്ലെങ്കിൽ ഒരു മുസ്ലിം ഭീകരൻ കത്തിയായിട്ട് നിൽക്കണ. ഞാൻ പറയണത് ഈ ടൈപ്പ് ഒരു സംഭവം, അങ്ങനത്തെ ഒരു പ്രോപ്പഗണ്ട ഉണ്ടാക്കിയിട്ട് അതുവഴിയാണ് ബീഫ് ഹിന്ദുക്കളതല്ലാന്നുള്ള ചിത്രം വരുന്നത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ? ഇതേതെങ്കിലും മതഗ്രന്ഥത്തിൽ നിന്ന് നേരിട്ട് ഇറങ്ങി വരുന്ന ഒരു നിലപാടല്ല, ഒരു കമ്മ്യൂണൽ പ്രോപ്പഗണ്ടൻ്റെ കൂടെ വരുന്ന ഒരു സാധനമാണ്. അതായത് ബീഫ് തിന്നാതെക്കലും മുസ്ലിമിനെ വെറുക്കലും ഒരുമിച്ചാണ് സംഭവിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യാൻ കഴിയൂല. അതിൻ്റെ അർത്ഥം തീർച്ചയായും ഒരു സവർണ്ണ മേൽത്തട്ടിൽ നേരത്തെ ഒരു മതനിലപാട് എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊരു ഒരു കമ്മ്യൂണൽ ലെവലിൽ ഒരു സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ബോധത്തിൻ്റെ ഭാഗമായി തീരുന്നത് ഈ വർഗീയ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ 19-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ഒരുപാട് വർഗീയ കലാപങ്ങൾ ഈ ഗോരക്ഷിണി സഭകളുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ അടിച്ചുകൊല്ലലും മുസ്ലിങ്ങൾക്കെതിരായ വർഗീയ കലാപങ്ങളും വലിയൊരുനാളിന് പിന്നെ കന്നുകാലികൾ അറക്കാൻ കൊണ്ടുപോകണം, ഒരുത്തത് പിടിച്ചു വാങ്ങിക്കൊണ്ടുപോകലും ആകെ ചോരയൊഴിക്കലും ആ തരത്തിലുള്ള സംഘർഷഭരിതമായൊരു ചരിത്രം അതിനുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ വളരെ നിഷ്കളങ്കമായ, നമ്മൾ പന്നീർ ചിന്നാൻ പറ്റൂല എന്ന് പറയണ പോലുള്ളൊരു സാധനം അല്ലത്. അത് വർക്ക് ചെയ്ത് തന്നെ അങ്ങനെയാണ്. അപ്പം ആ രീതിയിലുള്ളൊരു ഒരു ചരിത്രവും പ്രത്യയശാസ്ത്രവും അതിനുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പം അതിൻ്റെ പുനരാവിഷ്കരണങ്ങളാണ് ശരിക്കും നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അതിൽ തന്നെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ പ്യുവർ നോൺ പ്യുവർ എന്നുള്ള ലെവലിൽ വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഒരു വർഗീയത അല്ലെങ്കിൽ ജാതീയത മനുഷ്യന്മാരുടെ മനസ്സിലോട്ട് ഒരു മനീവസമാക്കാൻ, മനുഷ്യന്മാരുടെ മനസ്സുകൾ ഒരു മനീവസമാക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയുന്ന അല്ലെങ്കിൽ വളരെ കോമൺ ആയിട്ടുള്ള ഭക്ഷണത്തിലും വസ്ത്രത്തിലൊക്കെ ആയിരിക്കും പെട്ടെന്ന് ഇവർക്ക് കോട്ടയം ആയിക്കൊണ്ട് ബീഫ് എന്ന് കേൾക്കുമ്പോൾ അതിങ്ങനെ തിരിക്കാൻ വളരെ എളുപ്പത്തിലാക്കിക്കൊണ്ടുള്ള ഒരു മൂവ്മെൻറ്റും കൂടി വളരെ സുഖമാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. വേഗം മനുഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് വർഗീയത പെട്ടെന്ന് തിരിക്കാനുള്ള ഒരു പ്രൊപ്പഗണ്ട കൂടി ഇതിലില്ലേ ശരിക്കും നോക്കുകയാണെങ്കിൽ? അല്ല, അതാ ഞാൻ പറഞ്ഞത്. അതായത് ബീഫ് ഒരു മാർക്കർ ആവുകയാണ്. ഇതെന്താ അതായത് വർഗീയത ദേശീയതയുടെ കുപ്പായം അണിയുന്നു എന്നുള്ളതാണ് ഇതിലത്തെ ഒരു പ്രധാനപ്പെട്ട സംഭവം. അതായത് അത് ശരിക്കും ഒരു പാരഡോക്സ് ആണ്. ദേശീയത എന്ന് പറഞ്ഞാൽ ദേശത്തിന് വേണ്ടിയുള്ള വർത്തമാനമാണ് നമ്മൾ പറയണത്. പക്ഷേ ഈ ദേശത്തിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർ ബീഫ് കഴിക്കണവരാണ്. പക്ഷെ ആ ബീഫ് കഴിക്കാത്ത ചെറിയൊരു ടീം അവരാവുകയാണ് ദേശത്തിൻ്റെ മുതലാളിമാർ. ബാക്കിയുള്ളവരൊക്കെ ശരിക്ക് പൗരത്വം പോലും ശരിക്ക് കിട്ടാത്ത, പൗരത്വത്തിന് അർഹതയില്ലാത്ത, അതായത് ഞാൻ ബീഫ് കഴിക്കുന്നു എന്നുള്ളത് എനിക്ക് പൗരത്വത്തിൻ്റെ അർഹത ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം എന്നെ അടിച്ചു കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിനെ സംരക്ഷിക്കുന്ന പണിയാണ്. അതൊരു ദേശീയ പ്രവർത്തനമാണ്, ദേശത്തിൻ്റെ സംസ്കാരത്തിന് കാവലിക്കലാണ്. കാരണം ഞാൻ ദേശത്തിൻ്റെ ശത്രുവാണ്, ഞാൻ വിദേശിയാണെന്നുള്ളതിന് തെളിവെന്താണ്? ഞാൻ ബീഫ് കഴിക്കുന്നു എന്നുള്ളതാണ്.
അതായത് അതൊരു മാർക്കറാണ്. അതായത് ഞാൻ ബീഫ് കഴിക്കുന്ന, ഞാൻ പറഞ്ഞ മതപരമായി ഇപ്പോൾ പന്നിയിറച്ചി നിഷിദ്ധമാണ്, ഒരു ക്രിസ്ത്യാനി പന്നിയിറച്ചി കഴിക്കുന്നു, എനിക്ക് പന്നിയിറച്ചി ഹറാമാണ്. അപ്പം ഞാനെങ്ങനെ നോക്കുന്ന, അതോൻ ഹറാമല്ല, അതാ അവൻ്റെ മതനിയമപ്രകാരം അത് നിഷിദ്ധമായി അവൻ കാണുന്നില്ല, ഞാൻ അത് നിഷിദ്ധമായി കാണുന്നു. അത് അവിടെ അവസാനിക്കുന്ന ഒരു കാര്യമാണ്. മറ്റത് അങ്ങനെയല്ല. മറ്റതെന്ന് പറഞ്ഞാൽ ഞാൻ ബീഫ് കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഞാൻ അധമനാണ്, ഒരു വൃത്തികെട്ട ജന്മമാണ്, ഞാൻ ജാതിയുടെ ഏറ്റവും താഴ്ന്ന തട്ടിലുള്ള ആളാണ്, അയാൾ അടിമയായി എന്നെ ചവിട്ടിത്തേക്കാം, അല്ലെങ്കിൽ ഞാൻ വിദേശിയാണ്, ഞാൻ ദേശത്തിൻ്റെ ശത്രുവാണ്, ഹിന്ദുക്കളുടെ ശത്രുവാണ്, അവരുടെ ദൈവത്തിന് അറുത്ത് തിന്നുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പശുവിനെ പിടിച്ചു വാങ്ങലും എൻ്റെ സമ്പത്ത് പിടിച്ചു വാങ്ങലും എന്നെ കൊല്ലലും അങ്ങനെ പശുവിനെ സംരക്ഷിക്കലും ഇത് അഹിംസയാണ് പോലും. ആലോചിച്ച് നോക്ക്, കന്നുകാലി ഇറച്ചിയൊന്നും ഞങ്ങൾ തിന്നൂല എന്നാണ്. കാരണം എന്താണ്, ഞങ്ങൾ ഭയങ്കര അഹിംസന്റെ ആൾക്കാരാണ്. അതിന് പകരം മനുഷ്യന്മാരെ അടിച്ചു കൊല്ലുകയാണ്. ഇത് മനുഷ്യന്മാരെ ചോര പിടിക്കുകയാണ്. ആലോചിച്ച് നോക്ക്, ഒരു അതായത് എത്ര പരിഹാസ്യമായ വാദങ്ങളാണ്. ഇപ്പൊ കടമ്മനിട്ട രാമകൃഷ്ണന്റെ വളരെ പ്രസിദ്ധമായ ഒരു കവിത ഉണ്ടല്ലോ, പഴയ ക്യാ എന്ന് പറഞ്ഞിട്ട്, പിന്നെ കടമ്മനിട്ടന്റെ കവിത ഉണ്ട്, അന്ന് വ്യാപകമായിട്ട് ഡിസ്കസ് ചെയ്യപ്പെട്ടാണ്. പഴയ 2002 ഗുജറാത്ത് വംശഹത്യ ഉണ്ടായ സമയത്ത്, അപ്പൊ കടമ്മനിട്ട ട്രെയിനിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് മുന്നിൽ ഇതേപോലെ ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ കടമ്മനിട്ടയെ പരിചയപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ എന്താണ്, എവിടെയാണ്, എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവർ തിരിച്ചു പരിചയപ്പെടുത്തിയതാണ്, ഞങ്ങളിങ്ങനെ ഉയർന്ന ജാതി ഹിന്ദുക്കളാണ്, ഞങ്ങൾ അഹിംസൻ്റെ ആൾക്കാരാണ്, ഞങ്ങൾ മൃഗങ്ങളൊന്നും ഭക്ഷിക്കൂല, ഞങ്ങൾ പച്ചക്കറി മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ കടമ്മനിട്ട അവരോട് ചോദിക്കുകയാണ്, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഈ പച്ചക്കറി മാത്രം തിന്നുന്ന കുറേ ആൾക്കാരല്ലേ ഈ ഗുജറാത്തിൽ 32,000 മനുഷ്യന്മാരെ കൊന്നു തിന്നത് എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കുകയാണ്. അപ്പോൾ ക്യാ എന്ന് വെച്ചിട്ട് അവർ, അതാണ് ആ കവിതൻ്റെ തലക്കെട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അടിമുടി വയലൻ്റ് ആയ ഒരു ഐഡിയോളജിയും ഒരു നിലപാടുമാണത്. അപ്പം നമ്മൾ ഈ ഗോരക്ഷിണി സഭകളൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഈ ഒരു സാമൂഹിക അന്തരീക്ഷം ഇന്ത്യയിൽ വീണ്ടും, അതായത് നമ്മളൊരു നേഷൻ സ്റ്റേറ്റൊക്കെ ആയി, ഇവിടെ ഭരണഘടന ഉണ്ടായി, ഇതിനൊക്കെ നമ്മൾ അമർച്ച ചെയ്തു, ഇതിനൊക്കെ മുറിച്ച് കടന്നു, നമ്മളൊരു ദേശമായി ഒരുമിച്ച് നിന്ന്, നമ്മളുടെ മെനു എന്ന് പറഞ്ഞാൽ വളരെ ഡൈവേഴ്സാണ്. അത് പല ഭക്ഷണങ്ങൾ കഴിക്കുന്നവരുണ്ട്. ആ ഭക്ഷണങ്ങൾ കഴിക്കുന്നവരൊക്കെ ഒരുമിച്ച് ഒരു നാടിൻ്റെ മക്കളായി നിന്നിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ആ പഴയ ആ വിഷത്തിൻ്റെ ഈ പിന്നെന്താ പറയുക, കുടം തുറന്നിട്ട് അത് ഒഴിച്ചിട്ട് വീണ്ടും ആൾക്കാരെ വർഗീയ ഭ്രാന്തന്മാരാക്കി, അതായത് ആ മുസ്ലിങ്ങൾക്കെതിരായ വെറുപ്പിനുള്ള വലിയൊരു ആയുധമായിട്ട് ഈ ബീഫിനോടുള്ള നിലപാടിനെ മാറ്റുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ അടിയന്തരമായി ഇടപെട്ടേ തീരുള്ളൂ. ആരും സംസാരിക്കാതിരിക്കരുത്, ആരും എഴുതാതിരിക്കരുത്. കാരണം ആൾക്കാരെ ഇതിൽ നിന്ന് മോചിപ്പിച്ചെടുക്കണം നമ്മൾ. അതായത് ഞങ്ങൾക്ക് ബീഫ് നിഷിദ്ധമാണ്, ഓക്കെ ഞങ്ങൾ കഴിക്കൂല, പക്ഷേ നിഷിദ്ധമല്ലാത്ത കുറേ ആൾക്കാർ ഇന്ത്യയിലുണ്ട്, അവർക്ക് ബീഫ് കഴിക്കാം. അതുകൊണ്ട് അവർ ലെസ്സർ ഹ്യൂമൻസോ ലെസ്സർ ഇന്ത്യൻസോ ആവണില്ല, നമ്മളെപ്പോലുള്ള സിറ്റിസൺസാണ്, അവർക്കോട് ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന ഒരു ബോധ്യത്തിലേക്കും അതിനുള്ളൊരു ടോളറൻസിലേക്കും ഈ മനുഷ്യന്മാരെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചേ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ലോകത്തിന് മുന്നിൽ ഒരു നാണക്കേടാണ്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം എന്ന് പറയുന്ന സ്ഥലത്ത് എന്തിൻ്റെ പേരിലാണ് ആൾക്കാർ ഇങ്ങനെ കൊല്ലപ്പെടുന്നത്? ഒരു ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിലാണ്. ബീഫ് എന്ന് പറഞ്ഞാൽ ലോകവ്യാപകമായി ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഒരു രാജ്യത്തിന് വരുന്ന മാനക്കേട് അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് വരുന്ന ക്ഷതം എന്നുള്ളതിലപ്പുറത്ത് മനുഷ്യർ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മൾ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ഒക്കെ നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണത്തിൻ്റെ പേരിൽ നമ്മൾ കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് എത്ര അപകടകരമാണ്. അപ്പോൾ അതിനെതിരെ ഒരു ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു ട്വീറ്റ് എന്നുള്ളതിൽ ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല അത്. അടിസ്ഥാന തലത്തിൽ തന്നെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ മതനിരപേക്ഷ കക്ഷികൾ രംഗത്തിറങ്ങേണ്ട ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നത്.